ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ TV ഒരുക്കുന്ന സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ ശാം സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ഒരു ക്വാർട്ടർ മുഴുവൻ മർക്കോസിൻ്റെ സുവിശേഷമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ 10ാമത്തെ പാഠം നാം പഠിക്കുകയാണ്. പാഠത്തിൻ്റെ ഹെഡിങ് അന്ത്യനാളുകൾ. 10ാമത്തെ പാഠമാണ് ഇന്ന് പഠിക്കുന്നത്. പാഠത്തിൻ്റെ ഹെഡിങ് അന്ത്യനാളുകൾ. മനപ്പാഠവാക്യം മർക്കോസിൻ്റെ സുവിശേഷം 13ാം അധ്യായം 26-27 വാക്യങ്ങളാണ് മനപ്പാഠവാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 13ാം അധ്യായം 26-27 വാക്യങ്ങൾ. അത് ഇപ്രകാരം പറയുന്നു: അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും എന്ന് പറയുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 13ാം അധ്യായം 26-27 വാക്യങ്ങളാണ് ഇന്നത്തെ മനപ്പാഠവാക്യം. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇവിടെ പറയുന്നത്, അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും എന്ന് പറയുന്നു. മഹത്വകരമായ ഒരു മനപ്പാഠവാക്യമാണ് നാം ഇന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 12ാം അധ്യായം അതിൻ്റെ അവസാനത്തെ ഭാഗവും കൂടാതെ 13ാം അധ്യായവുമാണ് ഇന്ന് നാം പഠിക്കുന്ന പഠന വിഷയം. ഇവിടെ ആമുഖത്തിൽ പാഠത്തിൻ്റെ ഹെഡിങ് നോക്കുമ്പോൾ അന്ത്യനാളുകൾ അല്ലേ, നാം ഇന്ന് പഠിക്കുന്ന പാഠത്തിൻ്റെ ഹെഡിങ് അന്ത്യനാളുകൾ. 12ാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു ചെറിയ സംഭവത്തോടെയാണ് അവിടെ തുടങ്ങുന്നത്. ഒരു വിധവ ചെയ്തതായ ഒരു ചെറിയ പ്രവൃത്തി എങ്ങനെയാണ് ദൈവം അതിനെ വലുതായി കണ്ടത് എന്ന് അവിടെ നാം കാണുന്നു. അത് കഴിഞ്ഞ് 13ാം അധ്യായം എത്തുമ്പോൾ യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച്, യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച്, ആ പട്ടണത്തിൻ്റെ നാശത്തെക്കുറിച്ചും കൂടാതെ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചും ഉള്ള പ്രവചനങ്ങളാണ് 13ാം അധ്യായത്തിൽ പറയുന്നത്. പൊതുവെ മത്തായിയുടെ സുവിശേഷം 24ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 21ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 13ാം അധ്യായം, ഇതിലൊക്കെ പ്രവചനങ്ങളാണ് പറയുന്നത്. യെരുശലേം ദേവാലയത്തിൻ്റെയും ആ പട്ടണത്തിൻ്റെയും നാശത്തെക്കുറിച്ചും പിൽക്കാലത്ത് പിന്നീട് സംഭവിക്കുന്ന കർത്താവിൻ്റെ 2ാം വരവിനെക്കുറിച്ചൊക്കെയാണ് ഈ 3 അധ്യായങ്ങളിലും, മർക്കോസ് 13, മത്തായി 24, ലൂക്കോസ് 21, ഇതിലെല്ലാം അന്ത്യനാളുകളെക്കുറിച്ച്, യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. ഇവിടെ പ്രവചനങ്ങൾ പ്രധാനമായും 3ആയി തരംതിരിക്കുന്നു. ഇവിടെ പറയുന്നത് ഭൂതകാലത്തിലേക്കുള്ള കാര്യങ്ങളുണ്ട് പ്രവചനമായിട്ട്, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ പ്രവചനങ്ങളായിട്ട് പറയുന്നു, കൂടാതെ ചരിത്രപരമായ പ്രവചനങ്ങളുമുണ്ട്. സെവൻത് ഡേ അഡ്വെന്റിസ്റ്റുകാർ കൂടുതലായിട്ടും പ്രാധാന്യം നൽകുന്നത് ഈ ചരിത്രപരമായ പ്രവചനങ്ങളാണ്. ചരിത്രപരമായ പ്രവചനങ്ങളാണ് മത്തായി 24, ലൂക്കോസ് 21, മർക്കോസ് 13, അതുപോലെ ദാനിയേൽ പ്രവചനം, വെളിപാടിൻ്റെ പ്രവചനങ്ങളൊക്കെ ചരിത്രപരമായ പ്രവചനങ്ങളാണ്. അപ്പോൾ ഈ ചരിത്രപരമായ പ്രവചനങ്ങളുടെ വ്യാഖ്യാനമാണ് ഇന്നത്തെ പാഠത്തിൽ പഠിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരെ ഭാവിയെക്കുറിച്ച് മുൻകൂട്ടി എങ്ങനെ കാണണമെന്നും അതിൽ വരുന്ന ശോധനകളെ എപ്രകാരം അതിജീവിക്കുവാൻ തയ്യാറെടുക്കണമെന്നൊക്കെ ഇന്നത്തെ പാഠത്തിൽ നാം പഠിക്കും. ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ച ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് വഴിപാടിലെ ചെറിയ നാണയങ്ങൾ. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് വഴിപാടിലെ ചെറിയ നാണയങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 12ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. മർക്കോസിൻ്റെ സുവിശേഷം 12ാം അധ്യായം 41 മുതൽ 44 വരെ. വിധവ കൊടുത്തത് എത്രയാണ്? ഇതിനെ സംബന്ധിച്ച് യേശുവിന് പറയാനുള്ളത് എന്താണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. വിധവ കൊടുത്തതായ ആ കാണിക്കയെക്കുറിച്ചാണ് ഞായറാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്. ആമുഖത്തിൽ പറയുന്നത് യെരുശലേം ദേവാലയത്തിൻ്റെ മനോഹരിതയെക്കുറിച്ച് ഇവിടെ വ്യക്തമായി പറയുകയാണ്. യെരുശലേം ദേവാലയം
വളരെ പ്രൗഢഗംഭീരമായി നിലനിന്നിരുന്ന ഒരു മനോഹരമായ ഒരു കുന്നിൻ മുകളിൽ, ഒരു മലയുടെ മുകളിൽ നിന്നിരുന്നതായ ഒരു മനോഹരമായ ദേവാലയമാണ് യെരുശലേം ദേവാലയം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ അതിനെക്കുറിച്ച് ലേഖകൻ പറയുന്നത്, അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച കല്ലുകളെന്ന് പറയുന്നത് 100 കണക്കിന് ടൺ ഭാരമുള്ള കല്ലുകളാണ് അതിലുപയോഗിച്ചത്. ഇനി അതിൻ്റെ പണി യഥാർത്ഥത്തിൽ ആരംഭിച്ചത്, യെരുശലേം ദേവാലയം കൂടാതെ അതിൻ്റെ പട്ടണം, ചുറ്റുമുള്ള സ്ഥലത്തിൻ്റെ എല്ലാത്തിൻ്റെയും പുരോഗതിയെല്ലാം ആരംഭിച്ചത് BC 20 മഹാനായ ഹെരോദാവിൻ്റെ കാലത്താണ് അത് ആരംഭിച്ചതെങ്കിലും അത് പണി പൂർത്തിയാക്കിയത് ഏകദേശം AD 60 എത്തിയപ്പോഴാണ് അതിൻ്റെ പണി പൂർണ്ണമായും പൂർത്തിയാക്കിയത്. അത്രയ്ക്കും വളരെ മനോഹരമായ ഒരു ദേവാലയമായിരുന്നു യെരുശലേം ദേവാലയം. ആ ദേവാലയത്തിൽ ഒരു വിധവ നൽകിയ കാണിക്കയെക്കുറിച്ചാണ് ഞായറാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ യേശു ശ്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെയിട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു. അല്ലെ 44-ാം വാക്യം പറയുന്നു, എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു. ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്നവരോട് പറഞ്ഞു. ഇവിടെ യെരുശലേം ദേവാലയത്തിൽ കർത്താവായിരിക്കുന്ന സമയത്ത് യേശുവിൻ്റെ അവസാന നാളുകളാണ്. പെസഹ അടുത്തിരിക്കുന്ന അവസാന നാളുകളിൽ കർത്താവ് അവസാനമായിട്ട് യെരുശലേം ദേവാലയത്തിൽ പോവുകയാണ്. ആ യെരുശലേം ദേവാലയത്തിൽ കർത്താവ് പോയ സമയത്ത് ഒരു വിധവയായ സ്ത്രീ കാണിക്ക നിക്ഷേപിച്ചതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശ്രീ ഭണ്ഡാരത്തിൽ കാണിക്ക അർപ്പിച്ചതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏകദേശം 13 ടേബിളുകൾ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സജ്ജീകരിച്ചിരുന്നു. അവിടെ വഴിപാടിടുവാൻ വേണ്ടി 13 ടേബിൾ വരെ അവിടെ ഉണ്ടായിരുന്നു, പട്ടികകൾ വരെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ വിധവ കാണിക്ക സമർപ്പിച്ചത്. അത് കർത്താവ് നോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ കർത്താവ് നോക്കിയപ്പോൾ ഈ ദരിദ്രയായ വിധവ 2 വെള്ളിക്കാശ് അല്ലെങ്കിൽ 2 കാശ് അവിടെ കാണിക്കയായി സമർപ്പിക്കുന്നത് കണ്ടു. അപ്പോൾ ശിഷ്യന്മാരെ കർത്താവ് അടുക്കെ വിളിച്ചിട്ട് പറയുകയാണ്, ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു. അല്ലേ? എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു. എവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ ഈ വിധവ നൽകിയ കാണിക്ക യേശു കണ്ടു. പലപ്പോഴും നമ്മൾ കാണിക്കകൾ സമർപ്പിക്കുമ്പോൾ ആരും കാണില്ല എന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. പക്ഷേ നമ്മൾ സമർപ്പിക്കുന്ന ഓരോ കാണിക്കകളും നമ്മുടെ കർത്താവ് കാണുന്നു, അല്ലെങ്കിൽ ദൈവം കാണുന്നു. ഇവിടെ വിധവയിട്ട് കാണിക്ക കർത്താവ് കണ്ടു. ആ കാണിക്കയ്ക്ക് വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കർത്താവ് തന്നെ പറഞ്ഞു, എല്ലാവരും ഇട്ടതിനേക്കാൾ കൂടുതലായും ആ വിധവ ഇട്ടു. എന്താണ് അതിൻ്റെ കാരണം? ഇവിടെ പറയുന്നത് ധനവാന്മാർ അവരുടെ സമൃദ്ധിയിൽ നിന്നാണ് ഇട്ടത്. പക്ഷേ ഈ പാവപ്പെട്ട ദരിദ്രയായ വിധവ അവളുടെ ഇല്ലായ്മയിൽ നിന്നാണ് ഇട്ടത്. അതും എങ്ങനെ ഇട്ടത്? ഉള്ളതൊക്കെയും ഹോൾ ഹാർട്ടഡായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ അവൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഉപജീവനം മുഴുവനും, അവൾക്കുണ്ടായിരുന്ന കംപ്ലീറ്റ് സമ്പാദ്യം മുഴുവൻ ഇവിടെ ദൈവസന്നിധിയിൽ അവൾ സമർപ്പിച്ചു. അതുകൊണ്ടാണ് കർത്താവ് ആ വിധവയെ നോക്കിയിട്ട് പറഞ്ഞത്, ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ സ്ത്രീ മറ്റുള്ള ധനവാന്മാരിട്ട സമൃദ്ധിയിൽ നിന്നിട്ട അതിനേക്കാൾ അധികമായി ഈ വിധവ കാണിക്ക നൽകി എന്നിവിടെ പറയുന്നു. ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത്, ഒരു ഉപാധിയും ഇല്ലാതെയാണ് ഈ വിധവ കാണിക്ക സമർപ്പിച്ചത്. ലേഖകൻ പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയുന്നു, പലപ്പോഴും നമ്മൾ ഉപാധികൾ വെച്ചായിരിക്കും കാണിക്കകൾ നൽകുന്നത്. പക്ഷേ ഇവിടെ ഈ വിധവയുടെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ആഴമേറിയ ഒരു സത്യമാണ്. ഒരു ഉപാധികളും വയ്ക്കാതെയാണ് അവളുടെ ഉപജീവനം മുഴുവൻ. ഭാവിയിൽ എന്താണ് അവളുടെ ജീവിതം, എങ്ങനെയായിരിക്കും അവളുടെ ജീവിതമൊന്നും അവൾ ചിന്തിച്ചില്ല. അവളുടെ ഉപജീവനം മുഴുവൻ പൂർണ്ണമായും കാണിക്കയായി അവൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അല്ലേ? ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, അന്നത്തെ മത നേതാക്കളെക്കുറിച്ചുകൂടെ പറയുന്നു. പ്രത്യേകിച്ചും കയ്യഫാവിനെക്കുറിച്ചും അന്നാസിനെക്കുറിച്ച് പറയുന്നു. അവരെല്ലാം ദുഷിച്ച മത നേതാക്കന്മാരായിരുന്നു. അതുകൊണ്ട് ആലയത്തിൽ കാണിക്കയിടുന്നത് ശരിയല്ല എന്ന് ഒരു പക്ഷേ വിധവയ്ക്ക് തോന്നിയേക്കാം. എങ്കിലും നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിക്കുകയുണ്ടായി, കർത്താവ് ആലയത്തിലേക്ക് വരുമ്പോൾ
ആലയം പല വ്യാപാരികളാൽ നിറഞ്ഞിരുന്നു. യേശു തന്നെ പറഞ്ഞു, എൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പക്ഷേ നിങ്ങൾ എൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പീഠങ്ങളെയൊക്കെ മറിച്ചിടുകയും പ്രാവുകളെയൊക്കെ തുറന്നു വിടുകയും വ്യാപാരം നടത്തിയ എല്ലാവരെയും ചാട്ടവാറ കൊണ്ട് അഴിക്കുകയും ചെയ്ത അനുഭവമൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്രമാത്രം ആലയത്തെ ഒരു വ്യാപാര കേന്ദ്രമായി കണ്ടതായ അന്നത്തെ മത നേതാക്കന്മാരുടെ കാലത്താണ് ഈ സ്ത്രീ വളരെ വിശ്വസ്തയോടുകൂടി ദൈവസന്നിധിയിൽ അവളുടെ ഇല്ലായ്മയിൽ നിന്ന് അവളുടെ മുഴുവൻ സമ്പാദ്യവും ദൈവസന്നിധിയിൽ സമർപ്പിച്ചത്. അപ്പോൾ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമെന്ന് പറയുന്നത്, ഉപാധികളൊന്നും കൂടാതെ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് ദൈവം കാണുന്നു എന്നിവിടെ പറയുന്നു. അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായി മാറി എന്നിവിടെ പറയുന്നു. പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പാകെ മത നേതാക്കന്മാരെ നോക്കുമ്പോൾ, മറ്റുള്ളവരെ നോക്കുമ്പോൾ ഇതൊന്നും ആലയത്തിന് നൽകണ്ട എന്നൊരു പക്ഷേ ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ വിധവ ചെയ്തത് അന്നത്തെ മത നേതാക്കന്മാരെ നോക്കിയല്ല ദശാംശം നൽകിയത്, കാണിക്ക നൽകിയത്. അന്നത്തെ മത നേതാക്കന്മാർ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കിയില്ല. അവൾ പൂർണ്ണമായും ദൈവസന്നിധിയിൽ ഒന്നും പിടിച്ചു വയ്ക്കാതെ, വാക്കുകൾ ശ്രദ്ധിക്കുക, ലേഖകൻ പ്രത്യേകിച്ച് പറയുന്നു, പലപ്പോഴും ആലയങ്ങളിൽ കാണിക്കകൾ, ദശാംശങ്ങൾ പലരും പിടിച്ചു വയ്ക്കാറുണ്ട്. ഇവിടെ ഒന്നും പിടിച്ചു വയ്ക്കാതെ അവൾ പൂർണ്ണമായും മത നേതാക്കന്മാരെ നോക്കാതെ ദൈവസന്നിധിയിൽ അവൾ വിശ്വസ്തയോടുകൂടി കാണിക്ക നൽകി എന്നിവിടെ പറയുന്നു. ഇത് ഒരു വലിയ അന്ത്യനാളുകൾക്ക് ഒരു മനുഷ്യന് വേണ്ട വിശ്വസ്തതയാണ് അത് സൂചിപ്പിക്കുന്നത്. അന്ത്യനാളുകളിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടുന്ന ഒരു വലിയ പാഠമാണ് ഞായറാഴ്ചത്തെ പാഠത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. ദേവാലയത്തെക്കുറിച്ചുള്ള, യെരുശലേം ദേവാലയത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രസ്താവനയിന്മേൽ ശിഷ്യന്മാർ എങ്ങനെ പ്രതികരിച്ചു, അവർക്കുള്ള യേശുവിൻ്റെ മറുപടിയുടെ പ്രാധാന്യം എന്താണ് എന്നിവിടെ ചോദിക്കുന്നു. പ്രതിപാദ്യ വിഷയം മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 13 വരെ. ഇവിടെ ദേവാലയത്തിൽ വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഗുരു, ഇതാ എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി എന്ന് അവനോട് ചോദിച്ചു. യേശു അവനോട്, നീ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഒലിവ് മലയിൽ ദേവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും സ്വകാര്യമായി യേശുവിനോട് ചോദിക്കുകയാണ്, അതെപ്പോൾ സംഭവിക്കും? അതിനെല്ലാം നിവർത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് പലരെയും തെറ്റിക്കും. എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാവും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനെ പറയുന്നത് നിങ്ങൾ അല്ല, പരിശുദ്ധാത്മാവത്രേ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും. മക്കളും അമ്മയപ്പന്മാരും നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ ശിഷ്യന്മാർ പറയുകയാണ്, ഇതാ എങ്ങനെയുള്ള കല്ല് അല്ലേ, അതിൻ്റെ പണിയൊന്ന് നോക്കുക, യെരുശലേം ദേവാലയം എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നത് എന്ന് ശിഷ്യന്മാരിവിടെ പറയുകയാണ് അല്ലേ. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 42-ാം വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 19-42 മുതൽ വാക്യങ്ങൾ, ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴും അത് നിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിൻ്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് നിൻ്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിൻ്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും എന്നിവിടെ പറയുന്നു. കൂടാതെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, യെരുശലേം ദേവാലയത്തിൻ്റെ പ്രൗഢിയെ കണ്ടിട്ട് ദാവീദ് പറയുന്ന, മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായി സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു എന്നിവിടെ പറയുന്നു അല്ലേ.
പക്ഷേ കർത്താവ് യെരുശലേം ദേവാലയത്തിൻ്റെ അടുക്ക വന്നപ്പോൾ അതിനെ നോക്കി കരഞ്ഞു എന്നിവിടെ പറയുന്നു, അല്ലേ? ആ ദുഃഖം അതിതീവ്രമായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു 19:41 അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. അതിന് വരുവാൻ ഇരിക്കുന്ന നാശത്തെക്കുറിച്ച് ഓർത്ത് അവിടെ കർത്താവ് കരയുകയാണ്. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് നശിച്ചു പോകും എന്ന് ഇവിടെ പറയുന്നു. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മുന്നറിവായിട്ട് കർത്താവ് ചെയ്തു, അല്ലേ? പല കാര്യങ്ങൾ ആ ദേവാലയത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കർത്താവ് നൽകി. അനേക ദൂതുവാഹകന്മാരെ, പ്രവാചകന്മാരെ ദൂതുമായി നൽകി. പക്ഷേ ഈ ദൂതൊന്നും അവർ ഉൾക്കൊള്ളാതെ അവരതിനെ കാരണമില്ലാതെ അതിനെ ഉപേക്ഷിച്ചു എന്നിവിടെ പറയുന്നു. എന്തുകൊണ്ടാണ് യെരുശലേമിന് നാശം ഉണ്ടായത് എന്ന് എലൻ ജി വൈറ്റ് ലേഖനത്തിൽ പറയുന്നത്. എന്തുകൊണ്ട് യെരുശലേമിന് ഈ വീഴ്ചയുണ്ടായി, ഈ ദേവാലയത്തിന് എന്തുകൊണ്ടൊരു വീഴ്ചയുണ്ടായി? ഇവിടെ പറയുന്നത് നാശത്തിന് കാരണമെന്ന് പറയുന്നത് യഹൂദന്മാർ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതാണ് നാശത്തിന് കാരണം. യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തിന് കാരണം അവർ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതാണ്. ഇതേപോലൊരു നാശം അന്ത്യകാലത്തും വരുവാൻ പോകുന്നു. എന്താണ്? ഇന്നത്തെ ക്രിസ്ത്യാനികൾ കൽപ്പനയെ തള്ളിക്കളയുന്നു. ഇന്നത്തെ ക്രിസ്ത്യാനികൾ കൽപ്പനകളെ തള്ളിക്കളയുന്നു. അതും വരുവാനിരിക്കുന്ന ഒരു വലിയ നാശത്തിൻ്റെ മുന്നറിവായിട്ട് ഇവിടെ പറയുന്നു. ഇവിടെ കർത്താവ് പറയുകയാണ്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ത് ചെയ്യും? നശിക്കും, അല്ലേ? ഇത് ഉൾക്കൊള്ളുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ശിഷ്യന്മാർ ഇവിടെ പ്രത്യേകിച്ചും യേശുവിനെ അധികം സ്നേഹിച്ചതായ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും യേശുവിനോട് സ്വകാര്യമായി സംഭാഷിക്കുകയാണ്. കാരണം മറ്റുള്ള ശിഷ്യന്മാർക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായില്ല. പക്ഷേ ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഇതെപ്പോൾ സംഭവിക്കും എന്നിവിടെ ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവ് പ്രവചനങ്ങൾ പറയുകയാണ്, അല്ലേ? ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചു പറയുകയാണ്, അല്ലേ? ആര് നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്. അപ്പോൾ യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് മുന്നൊരുക്കമായി കാര്യങ്ങൾ പറയുകയാണ്. നമുക്കറിയാം യെരുശലേം ദേവാലയത്തിൻ്റെ നാശം AD 70 യേശു പറഞ്ഞതിന് 40 വർഷങ്ങൾക്ക് ശേഷമാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ അന്നത്തെ ശിഷ്യന്മാർക്ക്, അന്നത്തെ ജനത്തിന് കർത്താവ് പറഞ്ഞത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് നേരത്തെ അവിടെ മുന്നൊരുക്കമായി പലതും അവിടെ പറയുന്നു, അല്ലേ? അവിടെ എന്തൊക്കെ സംഭവിക്കും? നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കും, പള്ളികളിൽ വെച്ച് നിങ്ങളെ തല്ലും, നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർ സാക്ഷ്യത്തിനായി നിർത്തും. പക്ഷേ നിങ്ങൾക്ക് സംസാരിപ്പാനുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും. എങ്കിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നിവിടെ പറയുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള വിചാരണകൾ നേരിടുമെന്നും പീഡനങ്ങൾ നേരിടുമെന്നും അനേകർ കൊല്ലപ്പെടുമെന്നും ഒക്കെ കർത്താവ് മുന്നറിവായിട്ട് ജനത്തോട് സംസാരിച്ചു, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് സംസാരിച്ചു. അത് ഏറ്റെടുക്കുവാൻ അന്നത്തെ കാലത്ത് ജനത്തിനോ ശിഷ്യന്മാർക്കോ കഴിഞ്ഞില്ല. അവർക്കൊരിക്കലും അത് ഉൾക്കൊള്ളുവാൻ കഴിയില്ല. കാരണം ഇത്രയും മനോഹരമായ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കുമെന്ന് പറയുന്നത് ശിഷ്യന്മാർക്കോ അന്നത്തെ ജനത്തിനോ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇതൊരു പ്രവചന നിവൃത്തിയായിരുന്നു. AD 70 ഇത് സംഭവിച്ചതായിട്ട് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് തിങ്കളാഴ്ചത്തെ പാഠം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14 മുതൽ 18 വരെ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുമ്പോൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് കണ്ടെത്തുന്ന യേശു എന്ത് സൂചനയാണ് നൽകുന്നത് എന്നിവിടെ ചോദിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങളിൽ, എന്നാൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അന്ന് യഹൂദ ദേശത്തുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, വീട്ടിന്മേൽ ഇരിക്കുന്നവൻ അകത്തേക്ക് ഇറങ്ങിപ്പോകുകയോ വീട്ടിൽ നിന്ന് വല്ലത് എടുപ്പാൻ കടക്കുകയോ അരുത്, വയലിലിരിക്കുന്നവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം, എന്നാൽ അത് ശീതകാലത്ത് സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ.
ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലമാകും എന്നിവിടെ പറയുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങളാണ് നാം പഠിക്കുന്നത്. യെരുശലേമിൻ്റെ വീഴ്ചയെക്കുറിച്ച് ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നു. യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. AD 70 റോമൻ സൈനാധിപനായ ടൈറ്റസ് യെരുശലേം ദേവാലയത്തെ ആക്രമിക്കുന്ന അനുഭവം നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നു, അല്ലേ? യഥാർത്ഥത്തിൽ ടൈറ്റസിന് ആക്രമിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ആക്രമിക്കുവാൻ ആദ്യം ടൈറ്റസ് കടന്നു വരുന്നു. പക്ഷേ പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങുന്നു. പെട്ടെന്ന് തന്നെ ഓർഡർ വരികയും അത് പിൻവാങ്ങുകയും ചെയ്യുന്നു. പിൻവാങ്ങിയ സമയത്ത് യഹൂദന്മാർ റോമൻ സൈന്യത്തിൻ്റെ പിന്നാലെ പോയി അവരെ ആക്രമിക്കുന്നതായിട്ട് നാം കാണുന്നു. അത് ചരിത്രത്തിൻ്റെ തെളിവാണ്. ആ സമയത്താണ് അനേക ക്രിസ്ത്യാനികൾ ആ യെരുശലേം നഗരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. അത് പ്രവചനത്തിൽ പറയുന്ന അനുഭവമാണ്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിങ്ങളുടെ സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്തു ചെയ്യണം? യഹൂദന്മാർ ചിന്തിക്കണം, അവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അല്ലേ? പെരിയ എന്ന് പറയുന്ന മലയിലേക്ക് അനേക ക്രിസ്ത്യാനികൾ ഈ പ്രവചനം മനസ്സിലാക്കിയിട്ട് റോമൻ സൈന്യം പിൻവാങ്ങിയ സമയത്ത് ഓടി രക്ഷപ്പെട്ട ചരിത്ര സംഭവം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയ ക്രിസ്ത്യാനികൾ അന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ പിന്നീട് ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് റോമൻ സൈന്യം വീണ്ടും ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ യെരുശലേമിനെ ആക്രമിക്കുന്നു. അവിടെ ആക്രമിക്കുന്ന സമയത്ത് ഇവിടെ സംഭവിച്ച ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പ്രത്യേക വ്യക്തി, ഒരു പടയാളി യെരുശലേം ദേവാലയത്തിൻ്റെ അകത്തേക്ക് തീപ്പന്തം വലിച്ചെറിയുന്ന ഒരനുഭവം ഇവിടെ പറയുന്നു. തീപ്പന്തം ഒരു പടയാളി യെരുശലേം ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ദേവദാരു കൊണ്ട് പണിയപ്പെട്ടതായ യെരുശലേം ദേവാലയം പെട്ടെന്ന് ആളി കത്തുന്നതായി കാണുന്നു. അങ്ങനെ ഓരോ മുറികളിൽ നിന്ന് ഓരോ മുറികളിലേക്ക് പടയാളികൾ തീപ്പന്തം വലിച്ചെറിഞ്ഞു. അങ്ങനെ എല്ലാ മുറികളിലും തീ ആളിക്കത്തുകയും അനേക യഹൂദന്മാർ അന്ന് മരണപ്പെടുകയും അനേകർ വാളാൽ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് യഹൂദന്മാർ അന്ന് മരിച്ചതായിട്ട് ഇവിടെ പറയുന്നത്. വെള്ളം പോലെ രക്തമൊഴുകി എന്നാണ് ഇവിടെ പറയുന്നത്. വെള്ളം പോലെ അന്ന് രക്തമൊഴുകി. അത്രമാത്രം മരണം അന്നത്തെ കാലത്ത് സംഭവിച്ചു എന്ന് പറയുന്നത്. യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നൊരു വചനമുണ്ട്. യിരെമ്യാവിൻ്റെ പ്രവചനം 26-ാം അധ്യായം 18-ാം വാക്യം പറയുന്നത്, ദേവാലയം നിന്നിരുന്ന സ്ഥലം വയൽ ഉഴുന്നതുപോലെ ആക്കി എന്നിവിടെ പറയുകയാണ്. ദേവാലയം നിന്നിരുന്ന സ്ഥലം വയൽ ഉഴുന്നതുപോലെ ആയി മാറി, അത്രയ്ക്കും അടിസ്ഥാനം വരെ ഇടിച്ച് നിരപ്പാക്കി എന്നിവിടെ പറയുന്നു, അല്ലേ? അപ്പോൾ ആ ശൂന്യമാക്കുന്ന മ്ലേച്ഛത കടന്നു വന്നപ്പോൾ ഉണ്ടായ അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്. ആരാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത? ആ പ്രഭു ആരാണ് എന്നിവിടെ ചോദിക്കുകയാണ്. ഇവിടെ ദാനിയേലിൻ്റെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വേദവാക്യങ്ങൾ 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം പറയുന്നു. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി കൽപ്പന പുറപ്പെടുവിച്ച ആ നാൾ മുതൽ ഉള്ള പ്രവചനം, 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം പറയുന്നു. അതിൽ 26ഉം 27ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ 62 ആഴ്ചവട്ടം കൊണ്ട് അതിന് വീതിയും കിണങ്ങുമായി കഷ്ടകാലങ്ങളിൽ നിന്ന് വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവിടെ ഒരു പ്രഭുവിനെക്കുറിച്ച് പറയുന്നു. 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 457 BC ആരംഭിച്ചു. AD 34 അത് അവസാനിച്ചു. 490 വർഷം 70 ആഴ്ചവട്ട പ്രവചനം. ഇവിടെ ഒരു പ്രഭുവിനെക്കുറിച്ച് പറയുന്നു, അല്ലേ? ആ മ്ലേച്ഛതയുടെ പ്രഭു, ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ പ്രഭു ആരാണ് എന്നിവിടെ ചോദിക്കുകയാണ്. ഇവിടെ 2 അഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നതായ BC 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചതായ അന്ത്യോക്കസ് എന്ന് പറയുന്നതായ വ്യക്തിയാണ് എന്നിവിടെ പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ചരിത്രം നമ്മെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് യേശുവിൻ്റെ കാലത്തിന് ശേഷമാണ് യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് AD 60 ഉണ്ടായിരുന്നതായ ടൈറ്റസ്, റോമൻ സൈനാധിപനായ ടൈറ്റസ് ആണ് ഈ പ്രഭു, ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ പ്രഭു
അല്ലെങ്കിൽ യെരൂശലേമിനെ നശിപ്പിക്കുന്ന പ്രഭു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് ഈ മ്ലേച്ഛത? പാഠത്തിൽ പറയുന്നത് എന്താണ് ഈ മ്ലേച്ഛത? ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്തിനെ സൂചിപ്പിക്കുന്നു? ഇസ്രായേൽ റോമൻ പുറജാതീയ നിലവാരങ്ങൾ നട്ടുപിടിപ്പിച്ച ഒരു അനുഭവത്തെയാണ് മ്ലേച്ഛത എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. റോമൻ സാമ്രാജ്യത്തിലെ സംസ്കാരങ്ങൾ ഇസ്രായേൽ ജനതയുടെ കീഴിൽ നട്ടുപിടിപ്പിച്ച് അത് അവർ ഉൾക്കൊണ്ടതായ അനുഭവത്തെയാണ് ഇവിടെ മ്ലേച്ഛത എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വരുമ്പോൾ കർത്താവ് പറഞ്ഞ എന്താണ് കർത്താവ് പറഞ്ഞ പ്രവചനം? യഹൂദ ദേശത്തുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, വീട്ടിൽ മേലിരിക്കുന്നവൻ അകത്തേക്ക് ഇറങ്ങിപ്പോകുകയോ വീട്ടിൽ നിന്ന് വല്ലതും എടുപ്പാൻ കടക്കുകയരുത്, അല്ലേ? വയലിരിക്കുന്നവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ഇത് അന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ പ്രവചനം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുകയും റോമൻ സൈന്യം പിൻവാങ്ങിയ ആദ്യത്തെ സമയത്ത് അവർ ഓടി രക്ഷപ്പെട്ട അനുഭവത്തെ ഇവിടെ നമ്മെ മനസ്സിലാക്കി തരികയും ചെയ്തു. അപ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ അനുഭവമായ ടൈറ്റസ് ചക്രവർത്തി വന്ന് യെരുശലേം ദേവാലയത്തെയും ആ പട്ടണത്തെയും ഉള്ള സർവനാശത്തെക്കുറിച്ചാണ് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. ബുധനാഴ്ചത്തെ ഭാഗത്ത് നാം പഠിക്കുന്ന ഹെഡിങ് മഹാകഷ്ടകാലം. ബുധനാഴ്ചത്തെ ഭാഗത്ത് നാം പഠിക്കുന്നത് മഹാകഷ്ടകാലം. മർക്കൂസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 19-ാം വാക്യമാണ് പ്രതിപാദ്യ വിഷയം. മർക്കൂസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 19-ാം വാക്യം. ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലം ആകും എന്നിവിടെ പറയുന്നു. മർക്കൂസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 19-ാം വാക്യം. ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലം ആകും എന്നിവിടെ പറയുന്നു, അല്ലേ? മഹാകഷ്ടകാലം. ഏത് കഷ്ടകാലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ലോകത്തിൻ്റെ സൃഷ്ടിപ്പ് മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാകഷ്ടകാലം അന്നുണ്ടാകും എന്നിവിടെ പറയുന്നു, അല്ലേ? ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് പ്രവചനത്തിൽ നമ്മൾ പഠിച്ചതായ 1260 വർഷത്തിൻ്റെ പ്രവചനമാണ്. 1260 ദിവസം അല്ലെങ്കിൽ 1260 വർഷത്തിൻ്റെ ആ പ്രവചനത്തെയാണ് മഹാകഷ്ടകാലം അല്ലെങ്കിൽ അന്ധകാര യുഗം, ഡാർക്ക് ഏജസ് എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്ന ആ മഹാകഷ്ടകാലം, അല്ലേ? ചെറിയ കൊമ്പിൻ്റെ വലിയ പ്രവർത്തനം നടക്കുന്ന ആ മഹാകഷ്ടകാലം. ചെറിയ കൊമ്പെന്ന് പറയുന്ന കത്തോലിക്ക സഭ അന്ന് നടത്തിയതായ ആക്രമണത്തെക്കുറിച്ചും നവീകരണ കർത്താക്കളെ ഉപദ്രവിച്ചതിനെക്കുറിച്ചും ബൈബിൾ അടയ്ക്കപ്പെട്ട ഒരു അനുഭവത്തെക്കുറിച്ചും, അല്ലേ, വചനം പഠിക്കുവാനില്ലാത്ത ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അനുഭവത്തെക്കുറിച്ചൊക്കെയാണ് ആ മഹാകഷ്ടകാലത്തെക്കുറിച്ച് പറയുന്നത്. ആ മഹാകഷ്ടകാലം ആരംഭിക്കുന്നത് AD 538-ലാണ്. AD 538-ലാണ് ഈ പ്രവചനം ആരംഭിക്കുന്നത്. 1260 വർഷത്തിൻ്റെ പ്രവചനം ആരംഭിക്കുന്നത് AD 538-ലാണ്. അത് തീരുന്നത് 1798-ലാണ്. 1798 നമുക്കറിയാം ജനറൽ ബെർത്തിയർ മാർപ്പാപ്പയെ, അന്നത്തെ പോപ്പിനെ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോഴാണ് ഈ കഷ്ടകാലം തീരുന്നത് എന്ന് നമ്മൾ പ്രവചനത്തിലൂടെ നമ്മെ മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഈ ചെറിയ കൊമ്പിൻ്റെ അധികാരം കാലങ്ങളെയും കാലാംശത്തെയും ഒക്കെ മാറ്റുന്ന ഒരു അനുഭവം, സമയത്തെയും നിയമത്തെയും ഒക്കെ മാറ്റുന്ന ഒരു അനുഭവം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്നതായ 2300 സന്ധ്യവംശത്തിൻ്റെ ആ പ്രവചനത്തിൻ്റെ നിറവേറൽ 7-ാം അധ്യായം 8-ാം അധ്യായം ഒക്കെ പറയുന്ന പ്രവചനത്തിൻ്റെ നിറവേറലാണ് ഈ ചെറിയ കൊമ്പ് നടത്തുന്നതായ അധികാര പ്രവർത്തനമെന്ന് ഇവിടെ പറയും. അപ്പോൾ ഈ ചെറിയ കൊമ്പ് അന്നത്തെ കാലത്ത് ദൈവമക്കളെ പീഡിപ്പിച്ച അനുഭവത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. അവരനുഭവിച്ച പീഡനത്തെക്കുറിച്ച് ആണ് ഈ പ്രവചനം നമ്മെ മനസ്സിലാക്കി തരുന്നത്. ഇവിടെ പീഡനകാലത്ത് ദൈവം തൻ്റെ ജനത്തിന് എന്ത് പ്രത്യാശയാണ് നൽകുന്നത് എന്ന് ലേഖകൻ ചോദിക്കുകയാണ്. പീഡനകാലത്ത് ദൈവം തൻ്റെ ജനത്തിന് എന്ത് പ്രത്യാശയാണ് നൽകുന്നത്? മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 20 മുതൽ 23 വരെ. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 20 മുതൽ 23 വരെ. കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. താൻ തിരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു അവിടെ എന്നോ അതാ അവിടെ എന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും
കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ എന്നിവിടെ ചോദിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ മഹാകഷ്ടകാലത്തിൻ്റെ അനുഭവത്തെ പറയുകയാണ്. ആ പീഡനകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. കർത്താവ് ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. തൻ്റെ വൃതന്മാർ നിമിത്തം, തൻ്റെ വിശുദ്ധന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഇതാ ക്രിസ്തു അവിടെ, അല്ലെങ്കിൽ അവിടെ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ, വിശുദ്ധന്മാരെ പോലും തെറ്റിപ്പാനായി ആകാശത്തു നിന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നിവിടെ പറയുന്നു. ആ വലിയൊരു കഷ്ടകാലത്ത് ദൈവമക്കൾ അനുഭവിച്ച ആ പീഡനകാലത്തെക്കുറിച്ച് പറയുന്നു. ഈ പീഡനകാലം അന്ത്യകാലത്തും വരുവാൻ പോകുന്നു, അല്ലേ? അന്ത്യകാലം നമ്മൾ പഠിക്കുന്ന പാഠം അന്ത്യനാളുകളിലാണ്, അല്ലേ? യെരുശലേമിൻ്റെ നാശത്തിന് ശേഷം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന അന്ത്യനാളുകളെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുകയാണ്. ആ പീഡനകാലത്ത് നവീകരണ കർത്താക്കൾ അനുഭവിച്ചതായ വലിയ പ്രയാസത്തെക്കുറിച്ച് പറയുന്നു. കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളൊക്കെ ദൈവമക്കൾക്ക് അന്നൊരു ഭീഷണിയായിരുന്നു, അല്ലേ? പലതരം കള്ളപ്രവചനങ്ങൾ നടത്തി ദൈവമക്കളെ തെറ്റിക്കുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടായിരുന്നു എന്നിവിടെ പറയുന്നു. ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ദുർഘട സമയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ആരുടെയും പ്രസംഗങ്ങൾ കേൾക്കുവാനോ ആരുടെയും പ്രാർത്ഥന ശ്രദ്ധിക്കുവാനോ നമുക്ക് കഴിയാറില്ല. സ്വന്തമായിട്ട് നാം ഒരു മുന്നൊരുക്കം നമുക്ക് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പീഡനകാലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് നിലനിൽക്കുവാൻ കഴിയൂ. കാരണം നാം തന്നെ ഒരു സെർമനായി മാറണം. നാം തന്നെ ഒരു സെർമനായി മാറുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുവാൻ കഴിയൂ. അതുകൊണ്ട് കള്ളപ്രവാചകന്മാരുടെ കാലത്ത് അനേകരെ അവർ തെറ്റിക്കും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ബുധനാഴ്ചത്തെ പാഠത്തിൽ AD 538 മുതൽ AD 1798 വരെയുള്ള 1260 വർഷത്തിൻ്റെ പ്രവചനത്തിൽ ദൈവമക്കൾ അനുഭവിച്ചതായ ആ മഹാകഷ്ടകാലത്തെക്കുറിച്ച്, യാക്കോബിൻ്റെ കഷ്ടകാലം പോലെയുള്ള മഹാകഷ്ടകാലത്തെക്കുറിച്ച്, നവീകരണ കർത്താക്കൾ അനുഭവിച്ച കഷ്ടകാലത്തെക്കുറിച്ചാണ് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് മനുഷ്യപുത്രൻ്റെ വരവ്. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് മനുഷ്യപുത്രൻ്റെ വരവ്. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 32 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 32 വരെ. അതിപ്രകാരം പറയുന്നു: എങ്കിലും ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടു പോകുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ചെയ്യും. ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇന്ന് പഠിച്ച മനപ്പാഠവാക്യം: അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ചു തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങളും ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല, അല്ലേ? മനുഷ്യപുത്രൻ്റെ വരവ് പലപ്പോഴും അനേകർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയൊരു വിഷയമാണ് കർത്താവിൻ്റെ 2ാം വരവ്, അല്ലേ? അതിനെ പലരും പല തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ദൈവമക്കൾക്കറിയാം കർത്താവിൻ്റെ വരവ് സുനിശ്ചിതമാണ് എന്ന് ദൈവമക്കൾക്കറിയാം. അപ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പുതിയ നിയമം മുഴുവനായി നിറഞ്ഞിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ അനേക വാക്യങ്ങളാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നത്. മഹത്വത്തിൽ കർത്താവ് വരുന്ന അനുഭവത്തെ പറയുന്നത്. പൗലോസ് 1 തെസ്സലോനിക്ക ലേഖനത്തിൽ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങൾ ഇപ്രകാരം പറയും. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെ: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലേ? അവിടെ കുറേ കാര്യങ്ങൾ പറയുകയാണ്, അല്ലേ? ഇവിടെ പറയുന്നത് കർത്താവ് തൻ ഗംഭീരനാദത്തോടും, അല്ലെ 16-ാം വാക്യം, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും, അല്ലേ? കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. വീണ്ടും 1 കൊരിന്ത്യർ
15-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് ഒരു വാക്യങ്ങൾ പറയുന്നത് 51 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 51 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണു വയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. അല്ലേ? കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുകയാണ്. പെട്ടെന്ന് കണ്ണുമേക്കുന്നതിനിടയിൽ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. അല്ലേ? മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും എന്നിവിടെ പറയുന്നു. വീണ്ടും 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിലെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അനേകർ ചോദിക്കുന്നൊരു ചോദ്യം ഇവിടെ പത്രോസ് ചോദിക്കുകയാണ്. അനേകർ ചോദിക്കുന്നത് അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരിമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. അല്ല, 8-ാം വാക്യം പറയുന്നു, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. അല്ലേ? അതുകൊണ്ട് 9-ാം വാക്യം പറയുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകയും ചെയ്യും, അതിലെ പണികളും വെന്തുപോകുകയും ചെയ്യും. അല്ലേ? ഇവിടെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. അല്ലേ? കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് എത്ര വാഗ്ദത്ത വചനങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് അനേകർ ഇതിനെ പരിഹസിക്കുന്നു. അല്ലേ? അനേകർ ഇതിനെ തള്ളിക്കളയുന്നു അല്ലെങ്കിൽ പരിഹസിക്കുന്നു. പലപ്പോഴും ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ലേഖകൻ പറയുന്നത് ഈ തലമുറ, ഈ നാഴിക, ആ നാളും നാഴികയും ആ വചനങ്ങൾ വായിക്കുമ്പോൾ പലർക്കും ഒരു തോന്നലുണ്ട്, അപ്പോൾ ജീവിക്കുന്നവരുടെ അനുഭവം ഒന്ന് തോന്നലുണ്ടാകാം. ഈ തലമുറ, ഈ നാഴിക, ആ ദിവസം, ഇങ്ങനെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ പലരും വായിക്കുമ്പോൾ ആ വാക്കുകൾ വായിക്കുമ്പോൾ നമ്മളെ കുഴപ്പത്തിലാക്കാറുണ്ട്. പക്ഷേ അവിടെ പറയുന്നത് കർത്താവ് ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവിടെ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു പരിധിവരെ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. അന്നത്തെ തലമുറയോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് അത് സംസാരിച്ചത്. ഇത് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ വരവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ തലമുറയിൽപ്പെട്ടവർ അല്ലെങ്കിൽ ആ നാഴികയിൽ അന്ന് ജീവിച്ചവർ എല്ലാവരും മരിച്ചുപോയി. അല്ലേ? ആ നാഴികയിൽ അന്ന് ജീവിച്ചവർ അല്ലെങ്കിൽ ആ തലമുറയിൽ ജീവിച്ചവർ, ആ നാളും നാഴികയിൽ ജീവിച്ചവരൊക്കെ മരിച്ചുപോയി. പക്ഷേ ഇതെല്ലാം നമുക്കൊരു മുന്നറിവായിട്ട് അവിടെ പറയുന്നു. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭാവിയിലേക്കുള്ള വചനങ്ങളായിട്ടാണ് ഇതിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യപുത്രൻ്റെ വരവ് എത്ര സുനിശ്ചിതമാണ്. അല്ലേ? ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ, സൂര്യൻ ഇരുണ്ടു പോകും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീഴും, അല്ലേ? ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. ഇതൊക്കെ സംഭവിച്ച പ്രവചനങ്ങളാണ്. അല്ലേ? ഇതെല്ലാം സംഭവിച്ച പ്രവചനങ്ങളാണ്. അപ്പോൾ ഇനി സംഭവിക്കാനുള്ളത് മനുഷ്യപുത്രൻ്റെ വരവ് മാത്രമാണ്. മനുഷ്യപുത്രൻ്റെ വരവ് മാത്രമാണ് ഇനി സംഭവിക്കാനുള്ളത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. എന്താണ് അത്തിയുടെ അനുഭവം? കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ എല്ലാവർക്കും അറിയാം വേനൽ അടുത്തു വരുന്നു എന്നറിയാം. അതുകൊണ്ട് ഇവിടെ നാം പറയുകയാണ്, അത്തിയെ നോക്കി നാം ഒരു ഉപമ പഠിപ്പീൻ. അത് കർത്താവ് അവൻ അടുക്കെ വാതിൽക്ക തന്നെ ആയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുവീൻ. അതുകൊണ്ട് എത്രമാത്രം ഒരുക്കമുള്ളവരായിരിക്കണം എന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലേ? കർത്താവിൻ്റെ വരവ് എത്ര സുനിശ്ചിതമാണ്. അപ്പോൾ ഈ ഒരു പാഠത്തിൽ അന്ത്യനാളുകളെക്കുറിച്ചാണ് പറയുന്നത്. യെരുശലേമിൻ്റെ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അന്ത്യനാളിൽ സംഭവിക്കാനിരിക്കുന്ന കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പോലും യേശു ശിഷ്യന്മാർക്ക് പ്രവചനങ്ങളായി സംസാരിച്ചു. യെരുശലേമിൻ്റെ നാശം AD 70 സംഭവിച്ചു. മനുഷ്യപുത്രൻ്റെ വരവ് ഇനി സംഭവിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അതുവരെ പ്രവചനങ്ങളായിട്ട് അന്നത്തെ കാലത്ത് യേശു ശിഷ്യന്മാരോടും അന്ന് കൂടി വന്ന ജനങ്ങളോടും സംസാരിച്ചു. ഇപ്പോൾ യേശുവിൻ്റെ വരവിനെക്കുറിച്ചാണ് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വെള്ളിയാഴ്ച ലേഖകൻ പറയുന്നത്
വളരെ അരോചകപ്പെടുത്തുന്ന പല സംഭവങ്ങൾ ലോകത്തിൽ നടക്കുന്നു. ഇതൊക്കെ നാം കാണുമ്പോൾ നാം ഭയപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് സംഭവങ്ങളുടെ കളത്തിനുള്ളിലായിരിക്കുന്ന അഡ്വന്റിസ്റ്റുകാർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് ലേഖകൻ ചോദിക്കുകയാണ്. നാം ഇന്ന് കളത്തിനുള്ളിലായിരിക്കുകയാണ്. സംഭവത്തിൻ്റെ എല്ലാ കളത്തിനുള്ളിൽ കാണുന്ന സംഭവങ്ങളുടെ ഉള്ളിൽ നാം ആയിരിക്കുകയാണ്. അപ്പോൾ നാം അഡ്വന്റിസ്റ്റുകാരെന്ന നിലയിൽ നാം എങ്ങനെയാണ് യേശുവിൻ്റെ വരവിനെക്കുറിച്ചും യേശുവിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചും നാം നോക്കിക്കാണുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമായി നാം ചെയ്യുന്നത് എന്നിവിടെ ചോദിക്കുകയാണ്. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 12:37 പറയുന്നത്, യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണപ്പെടുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണപ്പെടുന്ന ദാസന്മാർ ഭാഗ്യന്മാർ. ഉറങ്ങേണ്ടവരല്ല, അലസരായി ഇരിക്കേണ്ടവരല്ല, ദൈവമക്കൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. അത്തിയെ നോക്കി ഉപമ പഠിപ്പീൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് അലസരായി ഇരിക്കുവാനല്ല പറയുന്നത്, എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. അപ്പോൾ ഒരുങ്ങിയിരിക്കുന്നവർ എപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്നവരും ന്യായവിധിയെ ഭയപ്പെടുന്നവരും ദൈവത്തിൻ്റെ കൃപയെ അപേക്ഷിക്കുന്നവരുമായിരിക്കണം എന്നിവിടെ പറയുന്നത്. അപ്പോൾ എത്രമാത്രം ജാഗ്രതയോടുകൂടി ആയിരിക്കണം ദൈവമക്കൾ കാത്തിരിക്കേണ്ടത്, എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടി ആയിരിക്കണം ദൈവമക്കൾ കാത്തിരിക്കേണ്ടത്. കാരണം കർത്താവിൻ്റെ വരവ് അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു. അതുകൊണ്ട് പണ്ട് കാലത്ത് പ്രവാചകന്മാരായ ഹാനോക്കും നോഹയും അബ്രഹാമും മോശയും അന്നത്തെ തലമുറ, അവർ ജീവിച്ചിരുന്ന തലമുറയോട് സത്യം ഘോഷിച്ചതുപോലെ അന്ത്യകാലത്ത് ജീവിക്കുന്ന നാം അന്ത്യനാളുകളിൽ എത്രമാത്രം വിശ്വസ്തയോടുകൂടി നാം അറിഞ്ഞിരിക്കുന്ന സത്യത്തെ ലോകത്തോട് ഹാനോക്കിനെ പോലെ, നോഹയെ പോലെ, അബ്രഹാമിനെ പോലെ, മോശയെ പോലെ ഘോഷിക്കണമെന്ന് ഈ പാഠത്തിലെ ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിച്ചത് അന്ത്യനാളുകളിൽ നാം എപ്രകാരം ഒരുക്കമുള്ളവരായിരിക്കണം, അല്ലേ? അന്ത്യനാളുകളിൽ നാം എപ്രകാരം ഒരുക്കമുള്ളവരായിരിക്കണം. ആ പ്രവചനം യെരുശലേമിൻ ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. എങ്കിലും കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ, കാലത്തിൻ്റെ അന്ത്യം വരെയുള്ള പ്രവചനമാണ് യേശു ഇവിടെ പറഞ്ഞത്. വരുവാനിരിക്കുന്ന യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചും മുന്നൊരുക്കമായി പറഞ്ഞു. കൂടാതെ അന്ത്യകാലത്ത് സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ വരവ് എപ്രകാരമായിരിക്കുമെന്നും എന്നൊക്കെ ആ പ്രവചനത്തിൽ പറഞ്ഞു. അതുകൊണ്ട് മനപ്പാഠവാക്യം നമ്മെ പറയുന്നത്, അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അന്ന് അവർ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ അല്ലെങ്കിൽ വിശുദ്ധന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കും എന്നിവിടെ പറയുന്നു. അതിൽ ഒരംഗമായി തീരുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ പാഠം ശ്രദ്ധിച്ച ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുക. ഇത് അനേകർക്ക് സാക്ഷ്യമായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പാഠം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗത്തിലെ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. ഈ നല്ല നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്നത്തെ പാഠത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അതിന് മുന്നൊരുക്കമായി യെരുശലേമിൽ സംഭവിക്കാൻ ഇരുന്നതായ വലിയ നാശത്തെക്കുറിച്ചുമൊക്കെ ശിഷ്യന്മാർക്ക് നൽകിയ മുന്നറിവിനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. പിതാവേ, അന്ന് ഏറ്റവും പ്രൗഢഗംഭീരമായി നിലനിന്നിരുന്ന ആ മനോഹരമായ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കുമെന്ന് അങ്ങ് പ്രവചിച്ചത് AD 70 സംഭവിച്ചതായി ഞങ്ങൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നു പിതാവേ. അതിനായി ദൈവസന്നിധിയിൽ എപ്പോഴും ഒരുക്കമുള്ളവരായി, ദൈവത്തെ മാനിക്കുന്നവരായി, കർത്താവിൻ്റെ വരവിനെ നോക്കി കാണുന്നവരായി ഇരിപ്പാൻ ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യനാളുകളിൽ കർത്താവെ എത്രമാത്രം ഒരുക്കമുള്ളവരായി, ജാഗ്രതയുള്ളവരായി, ശുഷ്കാന്തിയുള്ളവരായി ദൈവത്തിൻ്റെ കൽപ്പനകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മോശയെപ്പോലെ, ഹാനോക്കിനെ പോലെ, കർത്താവെ അബ്രഹാമിനെ പോലെ, നോഹയെ പോലെ അറിഞ്ഞിരിക്കുന്ന സത്യത്തെ ലോകത്തോട് ഘോഷിക്കുവാൻ ഞങ്ങളുടെ നാവിന്മേൽ അങ്ങ് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രദ്ധിച്ച എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് വെളിച്ചമായി തീരുവാൻ സഹായിക്കണമേ. വേദനിക്കുന്നവർ, ഭാരപ്പെടുന്നവർ, കഷ്ടപ്പെടുന്നവർ അനേകരുണ്ട്. കർത്താവ് എല്ലാവർക്കും ആശ്വാസവും സമാധാനവും നൽകണമേ. ഞങ്ങളായിരിക്കുന്ന നിമിഷങ്ങളിലൊക്കെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ എല്ലാവരും ഒരുപോലെ സൂക്ഷിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന കേൾക്കണം. പരിശുദ്ധനായ നല്ല പിതാവേ, ആമേൻ.